ഓട്ടോയിൽ നല്ല രസമായിരുന്നു. ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു പോയി. ഓട്ടോ ചേട്ടൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കണമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, എല്ലാവരും റെഡ് ബ്ലാക്ക് പിന്നെ നമ്മുടെ ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാരായിരുന്നു. പിന്നെ അവരൊരു വഴി ചാടിപ്പോണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ വഴി തന്നെ ചാടി. ഞാൻ ചാടിയത് കൂടാതെ അവർ നേരെ വഴിയുണ്ട് കേട്ടോ അപ്പുറത്തെ കൂടി. ഇതിപ്പം ഞങ്ങൾ വണ്ടി ഇറങ്ങിയിടത്തുനിന്ന് ഷോർട്ട് കട്ട് നോക്കിയതാണ്. അതിന് നീതുമുള വന്നു. പിന്നെ നമ്മുടെ നീമക്കുട്ടിക്ക് പിന്നെ കുഴപ്പമില്ല, ഏത് ചാട്ടം ചാടി കിടന്നോളും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കണ്ടു. എൻ്റെ പൊന്നേ, ഇത് കണ്ട വഴി എൻ്റെ കിളി പോയെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ. മഴയൊക്കെ കൂടെയാണ് എന്ന് തോന്നുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട്. പക്ഷേ എനിക്കിതൊക്കെ കാണിക്കാനുള്ള ഒരു ഇത് കാരണം എനിക്ക് സൗണ്ടൊന്നും ഓക്കെ ആകാനായിട്ട് വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും നല്ല സ്ഥലമാണ്. എന്ത് രസം കാണാമെന്നറിയോ. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഫുള്ളും വേറെ വിഗ്രഹങ്ങളൊന്നുമില്ല. ശിവലിംഗം തന്നെ, ശിവന് ആ സൈഡിലിരിക്കുന്ന ഒരു പോയിൻ്റ് പോലെ കണ്ടില്ലേ, അത് മുഴുവൻ നന്ദിയാട്ടോ. ഇതവിടെ വലിയൊരു നന്ദിയുടെ പ്രതിമയുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഈ ചുറ്റും തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ശിവലിംഗമാണ് ഫുള്ളും. വേറെ പ്രതിഷ്ഠകളൊന്നുമല്ല, ശിവലിംഗം തന്നെ ഓരോ രീതിയിൽ. ഇതിനൊക്കെ എന്തെങ്കിലും കഥയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കരിങ്കല്ലിൽ വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ഇത് പണിത്, ഇതെങ്ങനെ മോളിൽ കയറ്റി എന്നൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടൽ വരെ. ഇത് അവിടുത്തെ മാരിയമ്മൻ കോവിലാട്ടോ. അതിനകത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഉള്ളിലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിന് റിസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ടാറ്റാ.